ഹലോ എവ്രി വൺ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നെന്താ പരിപാടി എന്നറിയോ? ഇന്ന് നമ്മളെ പപ്പേൻ്റെ റിട്ടയർഡായ റെജിമെൻറ്റ് ടീമില്ലേ, ബസന്തർ സാപ്പേഴ്സ് 9 റെജിമെൻറ്റ്. അപ്പോൾ അവർക്കിന്ന് ഗെറ്റ് ടുഗെദറാണ്, 26th ഗെറ്റ് ടുഗെദർ കോഴിക്കോട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുമ്പേ നമ്മൾ രതീഷങ്ങളുടെ വീട്ടിൽ പോയായിരുന്നു. അവിടെ ഒരു 2-3 ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ കൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയും വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ നിന്ന് തലശ്ശേരിയാണ് രതീഷങ്ങളുടെ വീട്. അപ്പം നമ്മൾ അവിടെ തലശ്ശേരിയിലേക്ക് ഒരു മുമ്പേ പോയി, എന്നിട്ട് തലശ്ശേരിയിൽ നിന്ന് അടിച്ചു പൊളിച്ച് എല്ലാവരും കൂടി സൂപ്പറാക്കി. എന്നിട്ട് നെക്സ്റ്റ് ഡേ രാവിലെ നമ്മളെല്ലാവരും കൂടി തലശ്ശേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് ട്രെയിനിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലശ്ശേരി അങ്കിളുടെ വീട്ടിന് മുമ്പ് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. ബസ്സിൽ നിന്ന് നമ്മൾ അവിടത്തേക്ക് പോയി ഫൈനലി നമ്മൾ കോഴിക്കോട് എത്തി. അപ്പോൾ കോഴിക്കോട് അടുത്താണ് പോലും റെസിഡൻസ് ആ ഒരു സ്ഥലം ബുക്ക് ചെയ്തത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഓട്ടോന് പോകണോ ബസ്സിന് പോകണോ എന്ന് ഫുൾ കൺഫ്യൂഷനായി, എവിടെയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ഓട്ടോന് പോകാൻ തീരുമാനിച്ചു എല്ലാവരും കൂടി. അപ്പോൾ ഓരോ ഓട്ടോയിൽ 3 ആൾക്കാരല്ലേ കൊള്ളൂ. അപ്പോൾ ഓരോ ഫാമിലി ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും പപ്പയും മമ്മയും കൂടി ഒരു ഓട്ടോ കയറി. അപ്പോൾ അവിടെ നിന്നൊരു 40 rupees ഡിസ്റ്റൻസ് എന്ന് തോന്നുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ ഫൈനലി ആ ബിൽഡിങ്ങിലെത്തി. ഞാനും മമ്മിയും പപ്പയും ആദ്യം എത്തി. പിന്നെ എൻ്റെ ബാക്കിൽ തന്നെ അങ്കിൾമാരും ആൻറ്റിമാരും എല്ലാവരും ഓരോ ഹോളായിട്ട് ഇറങ്ങി. അതിൻ്റെ ബാക്കത്തെ രതീഷ് അങ്കിളും ഫാമിലിയും അവരും ഇറങ്ങി. നമ്മൾ മെല്ലനെ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഇതാണ് നമ്മളെ റെജിമെൻറ്റ് ബസന്തർ ഗെറ്റ് ടുഗെദർ മെയിൻ സാധനം. അപ്പോൾ എല്ലാവരും കൂടി അവിടുന്ന് ഉള്ളിലേക്ക് പോയി. നല്ല സൂപ്പർ റെസിഡൻസി ആയിരുന്നു. നല്ല മാരിനർ റെസിഡൻസി എന്ന് പറഞ്ഞിട്ട് നല്ല ഭംഗിയുടെ നല്ല സൂപ്പർ അടിപൊളിയായിരുന്നു. അത് ഒന്നും പറയാനൊന്നുമില്ല, നല്ല സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി പോയി. അപ്പോൾ ഇവരെല്ലാവരും കാണുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിൽ സന്തോഷം. അടിപൊളി, എല്ലാവരും കെട്ടിപ്പിടിക്കലും സംസാരിക്കലും പഴയ കാര്യങ്ങൾ സംസാരിച്ച് ചിരിക്കലും അടിപൊളി പരിപാടിയാണ്. പോയപ്പോഴും നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടി, ഒരു ജ്യൂസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ജ്യൂസ്. നല്ല ആംബിയൻസ് ആയിരുന്നു സ്റ്റേഷൻ അടുത്തായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി അതിൻ്റെ ഉള്ളിലേക്ക് കയറി. കുറേ ആൾക്കാരെ വരാൻ തുടങ്ങി. സ്വരൂപം ലക്ഷ്മീകാന്തം കമലനയനം യോഗിദീർധാനധം വിഷ്ണു ഭവഭയഹരിതം സർവലോകൈകം അപ്പോൾ സ്റ്റാർട്ടിങ് ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പ്രോഗ്രാം. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. ഓ സെഞ്ഞോരിറ്റ പേസും മെഴുകു ബൊമ്മയെ. നമ്മുടെ 26ാമത് വസന്തരുടെ പ്രോഗ്രാമിലേക്ക് വീണ്ടും ഒന്നുകൂടി ഞാൻ എല്ലാവരും കോഴിക്കോടിൻ്റെ കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ വസന്തരുടെ ആഘോഷിച്ചത് തൃശ്ശൂരിൽ വെച്ചായിരുന്നു. അപ്പോൾ ആ പരിപാടിക്ക് ശേഷം ഞങ്ങൾ പറഞ്ഞാണ് അടുത്ത പരിപാടി ഞങ്ങൾ കോഴിക്കോട് വെച്ച് നടത്താമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ കോഴിക്കോട് ഇത് ഏറ്റെടുത്തത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിന് വേണ്ടി മോഹൻദാസ് പറഞ്ഞ് സാർ നമുക്കൊരു 3-4 മാസം മുന്നേ റൂം ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരു സൂട്ടബിളായ പ്ലേസ് ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു തോന്നുന്നു. അതിനാണ് മറീന റെസിഡൻസിൽ ഞാൻ ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നരം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. അവളിടം ചെൽ എന്റെ കാൽകൾ സൊല്ലുതടാ, അവളിടം ചെൽ എന്റെ നെഞ്ചം കൊള്ളുതടാ. സ്നേഹം ചേരും നേരം നെഞ്ചിൽ ചൊല്ലിനി എന്നിന്നും താലി പൊന്നിൽ എന്നിൽ സ്വന്തം നീ. ഉണ്மை காதல் யாரென்றால் உன்னை என்னை சொல்வேனே, நீயும் நானும் பொய்
എനിക്കൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു യോഗ നടപടികളുടെ ആ പ്രൊസീജിയറും പ്രകാരം ഈ പ്രാവശ്യമെങ്കിൽ ഈ യോഗ നടത്തിക്കൊണ്ട് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാകാൻ അതനുസരിച്ച് നാരായണ സാറിനെ सुंदर कंधार सबका उसका भी उधर मेन फील्ड में ही घर मृत्यु हुआ है। उसके बाद एक लैंड स्लाइड का नाम याद नहीं, उसका भी घर मृत्यु हुआ। അസോസിയേഷൻ കണ്ട് വളരെ കൗതുക സന്തോഷമുണ്ട്. प्रदेश ഇതിന്റെ പിന്നാലെ പ്രവർത്തിച്ച നാരായണ സാറിന്റെ ടീം വളരെ ഹാർഡ് വർക്കും. मैं 1982 में उस समय हमारा बसंत रेजिमेंट आधिकारिक है, उस समय लेकिन मैं समाप्त करता हूँ। जय हिंद। பாரதத்தினல்லை காக்க முன்னே செல்லுவோ, முழுதும் சாப்பஸ் பணியில் பேரை வெல்லுவோ, போட்டி விளையாட்டு எதிலும் வெற்றி கொள்ளுவோ, மெட்ராஸ் சாப்பஸ் என்று சொல்லி நிமிர்ந்து நில்லுவோ, வெற்றி வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே मुझे चढ़ जाए मेरे काबू में जो आए, आके मुझे चढ़ जाए उस दिन कहो कभी सामने तो आए, मेरे काबू में जो आए, आके मुझे चढ़ जाए எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே, வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே. எத்தனையோ சாதனைகள் எங்கும் சாப்பஸ் தம்பிகள், எத்தனையோ சாதனைகள் எங்கும் சாப்பஸ் தம்பிகள், அத்தனைக்கும் துணிவு எங்கள் தலையில் துக்க மகுடங்கள், எமது பழைய எதிரை கொண்ட எதிர்க்க எவனும் பிறக்க மாட்டான். வெல்க 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 மெட்ராஸ் சாப்பஸ் வாழ்க வெல்கவே, வெற்றி வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே, வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே. எத்தனையோ சாதனைகள் எங்கும் சாப்பஸ் தம்பிகள், எத்தனையோ சாதனைகள் எங்கும் சாப்பஸ் தம்பிகள், அத்தனைக்கும் துணிவு எங்கள் தலையில் மகுடங்கள், எமது படைய எதிரை கொண்டு எதிர்க்க எவனும் பிறக்க மாட்டான். வெல்க 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 மெட்ராஸ் சாப்பஸ் வாழ்க வெல்கவே, வெற்றி வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே, வெற்றி எதிலும் வெற்றி தம்பி சென்ற களங்கள் முழுதும் எங்கும் வெற்றி எதிலும் வெற்றி தம்பி சாப்பஸ் கே. തണുക്കാതെ മെല്ലെ ചേർക്കും നേരത്തുമീ വിറയ്ക്കുന്നുമേ മാറും വേറെന്തിനോ ആശിച്ചു ഞാൻ തോരാത്തരേ പൂമാരിയിൽ മൂടട്ടെ മഴത്തുള്ളികൾ പൊഴിച്ചിടുമീ നാടൻ വഴി
നിങ്ങൾ ഞാൻ സ്റ്റോർ കീപ്പറായിട്ടാണ് എംപ്ലോയ്. നിങ്ങൾക്ക് സ്റ്റോർ കീപ്പറിന് ഇവിടെ വേക്കൻസി ഇല്ല. നിങ്ങളെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിലേക്ക് MEG-യിലേക്ക് വിടുകയാണ് ബാംഗ്ലൂർ. നിങ്ങൾ ഇന്ന് മുതൽ എഞ്ചിനീയറാണ്. ഞാൻ വിചാരിച്ചു പ്ലസ് ടു ഒക്കെ പഠിച്ച നമ്മൾ പ്ലസ് ടു ഒക്കെ കഷ്ടപ്പെട്ട് പഠിച്ച നമ്മൾ എഞ്ചിനീയറായി എന്നുള്ള വലിയ സന്തോഷത്തോടെ നമ്മൾ അടുത്ത ദിവസം ബാംഗ്ലൂരിൽ അവിടെ ചെന്ന് MEG സെന്ററൊക്കെ തേടി പിടിച്ച് അതിന്റെ മെയിൻ ഗേറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒത്തിരിയും പേര് അവിടെ നിന്ന് ഈ ചൂട് കൊണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും പിള്ളേരെല്ലാം. അവിടെ ആ റോഡ് നല്ല റോഡെല്ലാം വൃത്തിയാക്കണം. ഞാൻ കൊടുത്തിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരുടെ തൂപ്പുകാരാ നമ്മൾ എഞ്ചിനീയർ നമ്മളൊരു ആളാണെന്നൊക്കെ വിചാരിച്ച് ഞാൻ കുറ്റത്തോടെ തോന്നിയിട്ട് നേരെ ട്രെയിൻ സെന്ററിൽ ചെന്ന് അടുത്ത ദിവസം രാവിലെ എന്റെ കയ്യിൽ ചൂടിട്ടാണ് ഈ റോഡ് അത് വൃത്തിയാക്കാറ്. അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എസ്കേറ്റ് ചെയ്യോ, ഞാൻ എഞ്ചിനീയർ ചെയ്യോ? അപ്പൊ അത് പറഞ്ഞു ഇതെല്ലാം നിന്നെക്കാട്ടി വലിയ എഞ്ചിനീയറാണ്. ഇവരുടെ തൂപ്പൊക്കെ വലിയ വലിയ എഞ്ചിനീയർമാരാണ്. നിന്നോട് തുടങ്ങണം. അങ്ങനെയാണ് പട്ടാളത്തിൽ അവളും തുടങ്ങണം. തുടങ്ങി പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ സർവീസ് 25 വർഷം. ആലയത്തറ വേണം, അടുത്തൊരമ്പലം വേണം, ആടിമുച്ചേലൊരു കുളവും വേണം. കണ്ണാടി ചില്ലര തോക്കും ഇളനീരിൻ തീരാമധുരം എൽദോളം നുള്ളിയെടുത്തോട്ടെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നണം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാത്ത് പിരിന്തേ ഞാൻ പോകിன்றேன். ദൂരെ ഒരു മഴവില്ലിൻ നീളം വർണ്ണം പോൽ തൂവൽ കവിളിടയിൽ മായാലാവണ്യം. இரு காலினிடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அழகா. எதிர்காலம் யாவுமே தீண்ட தூண்டும் அழகா. അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം. മിഴികൾ മൊഴിയും മധുരം കിളിയും നീ എന്നില്ലീണം. வலியே என் உயிர் வலியே நீ உலவுகிறாய் என் விழி வழியே. சகியே என் இளம் சகியே உன் நினைவுகளால் என்னை துரத்திரியே. ഒരു പൂക്കാലം കൺകളിലാടുന്നു, രാവേതോ വെൺമതിയാകുന്നു. நான் பிழைப்பேனோ மூச்சு வாங்குதே, நூறையும் தாண்டி காய்ச்சல் ஏறுதே. കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം പൈകിളി വായോ. പൂർണിമയുടെ മാനം പ്രിയമാർന്നിടുമ്പോ എന്നുള്ളിലേതോ മതിമോഹനരൂപം ചാഞ്ചാടിടുമ്പോ എന്നുള്ളിലേതോ പദം. വിളക്ക് ഞാൻ കൊണ്ടുവന്നു. സ്വഭാവം മാറ്റി പെൻഷനായിട്ടു സർവീസിലല്ല ആരും പോവില്ല. കണ്ണൂരിലേക്ക് കൊണ്ടുപോകണം. വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ കിട്ടാത്ത സാധനം സാർ പറഞ്ഞാൽ പോരെ. നീ കുറച്ച് വെള്ളം പോയിട്ട് കുടിച്ചാട്ട് എനിക്ക് ആടെ കുറച്ച് വീഡിയോ എന്റെ യൂട്യൂബിൽ വരും. സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത ഞങ്ങള് അത് ചെയ്യും. സബ്സ്ക്രൈബ്. ഇത് ഞങ്ങളെ പുതിയ ഫോട്ടോഗ്രാഫർ. ഇത് ഞങ്ങളെ പുതിയ ഫോട്ടോഗ്രാഫർ. ഇതിന്റെ പേരിന്റെ നവ്യ. ഞങ്ങളുടെ രാജന്റെ മകൾ നവ്യ.
കുട്ടികളുടെ മനസ്സ് നല്ല മനസ്സാണ്, കുട്ടികളുടെ മനസ്സ് നല്ല മനസ്സാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സൗന്ദര്യമുണ്ട്. പ്രായമായി കല്യാണം കഴിക്കുമ്പോൾ അതേമാതിരി നല്ല മനസ്സ് വെക്കാമെങ്കിൽ അതേമാതിരി സുന്ദരിയായിട്ടിരിക്കും. കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, ഒളിച്ചോടാനാണ്. ശരി, ഇതൊക്കെ എപ്പോഴാണ് ഇടുന്നത്? ഞാൻ 2 ദിവസം നാളെയോ മറ്റന്നാൾ എഡിറ്റ് ചെയ്യും. മറ്റന്നാൾ ഇടും. നാളെ ഇടും. എങ്ങനെ മറ്റന്നാൾ അപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് അടിപൊളി പരിപാടിയായി, സന്തോഷമായി എല്ലാവർക്കും. ആർക്കും വിട്ടിട്ട് പോകാൻ തോന്നിയിട്ടില്ല. പിടിച്ച് വലിച്ച് കൊണ്ടുപോയി എല്ലാവരും വീട്ടിലേക്ക്. എന്നിട്ട് ഫൈനലി നമ്മൾ കോഴിക്കോട് നിന്ന് നമ്മൾ പഴയങ്ങാടിയിലേക്ക് ട്രെയിനും പിടിച്ച് നമ്മൾ വീട്ടിൽ പോയി. അപ്പോൾ ഓക്കെ, എന്നാൽ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.